നമ്മൾ അൺകോൺഷ്യസ് ആയിട്ട് നമുക്കൊരു ഇത് വരുവാണ്, നമ്മൾ അറിയാതെ തന്നെ നമുക്കൊരു ആഗ്രഹം വരികയാണ് നോൺ ന്യൂട്രിറ്റീവ് ആയിട്ടുള്ള സബ്സ്റ്റൻസസ്, അതായത് വലിയ ആരോഗ്യ ഗുണവും അല്ലെങ്കിൽ പോഷക ഗുണവും ഇല്ലാത്തതായ സാധനങ്ങൾ തിന്നാനുള്ള, നമുക്ക് കഴിക്കാനുള്ള ഒരു ആഗ്രഹം പൈക്കാന്ന് പറയും. അപ്പോൾ അത് നമുക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് തിന്നാലേ അതൊരു അടക്കം ആവുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അരിയാണ് ഒത്തിരി ആൾക്കാർ അതിനുവേണ്ടി സെലക്ട് ചെയ്യുന്നത്. കുട്ടികളിൽ ചിലർ മണ്ണ് അല്ലെങ്കിൽ കല്ല്, ചോക്ക്, അതുപോലെ തന്നെ അങ്ങനത്തെ എന്തെങ്കിലും കാൽഷ്യം പോലത്തെ അങ്ങനത്തെ വൈറ്റ് സബ്സ്റ്റൻസസ് ഒക്കെ കഴിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇല കഴിക്കും, പുല്ല് അങ്ങനത്തെ ഒക്കെ കഴിക്കുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പം അതിലെ അരിയാണ് ഇപ്പം മെയിൻ പ്രശ്നം. കാരണം ഈസിലി അവൈലബിൾ ആയിട്ടും കഴിച്ചാൽ വലിയ പ്രോബ്ലം ഇല്ലാത്തതാണെന്ന് തോന്നുന്നുണ്ട് അതൊരു ശീലമാക്കി എടുക്കും എന്നുള്ളത്. ഇതുകൊണ്ട് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ? അരി വേവിക്കാതെ ആകുമ്പോൾ ഹൈ ഗ്ലൈസിമിക് ഇൻഡെക്സ് ആണ്. അപ്പോൾ നമ്മളിത് തുടരെ ദീർഘകാലം കഴിക്കുകയും നമ്മൾ പിന്നെയും ചോറ് തന്നെയാണല്ലോ കഴിക്കുന്നത്. അപ്പം ഡയബറ്റീസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇൻഡൈജഷനും കോൺസ്റ്റിപ്പേഷനും, വയറ്റിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ ഗ്യാസ് നിറയുക, നമുക്ക് ഡൈജഷൻ നന്നാവാതെ ഇരിക്കുക, അതുപോലെ തന്നെ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകുക, വയറ്റിൽ നിന്ന് മലബന്ധം പോകാൻ ബുദ്ധിമുട്ടുണ്ടാവുക എന്നുള്ളതും കോമൺ ആയിട്ട് കാണും. അതുപോലെ തന്നെ ഡെന്റൽ പ്രോബ്ലംസ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല്ല് പൊട്ടിപ്പോയിട്ട് ആൾക്കാർ വന്നിട്ടുണ്ട്, ചെറിയ ഭാഗം അടർന്നു പോവുക, പ്രത്യേകിച്ച് പല്ല് അടച്ചവരുടെയൊക്കെ അടച്ച ഭാഗം അടഞ്ഞു പോവുക, അതുപോലെ തന്നെ ചെറിയ ഭാഗങ്ങൾ അടർന്നു പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. പല്ലിൻ്റെ ബലം കുറയുകയും മോണയ്ക്ക് പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇത് നല്ല ശക്തിയുള്ള സാധനമാണല്ലോ പച്ച അരി എന്ന് പറയുമ്പോൾ. ഡെന്റൽ പ്രോബ്ലംസ് വളരെ കോമൺ ആയിട്ട്, ഡാമേജസ് കോമൺ ആണ്. വയറുവേദനയൊക്കെ ചിലർക്കുണ്ട്, നമുക്കറിയാം ദഹിക്കാൻ വളരെ ഡിഫിക്കൽട്ടാണ്.